ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ലോ പാസ് ആർ സി സർക്യൂട്ട് എന്ന് പറയുന്നത്. സോ എന്തുകൊണ്ടാണ് ഇതിനെ ലോ പാസ് ആർ സി സർക്യൂട്ട് എന്ന് പറയാൻ കാരണം? സോ അതാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. നമുക്കറിയാം കപ്പാസിറ്റർ റിയാക്ടൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? കപ്പാസിറ്റർ റിയാക്ടൻസ് ഡിനോട്ട് ചെയ്യുന്നത് എന്ത് വെച്ചിട്ടാണ്? എക്സ് സി വെച്ചിട്ടാണ്. ദിസ് എക്സ് സി എന്ന് പറയുന്നത് വിച്ച് ഈസ് ഈക്വൽ ടു 1 ബൈ എന്താണ്? ഒമേഗ സിക്ക് ഈക്വൽ ആണ്. ഒമേഗ എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 1 ബൈ 2 പൈ എഫ് ഇൻറ്റു എന്തായിരിക്കും വരിക? സി. ഓക്കെ, that is capacitor reactance XC എന്ന് പറയുന്നത് 1 by omega C ആണ്. omega can be written as 2 pi f, so 1 by 2 pi f into C എന്നായിരിക്കും വരിക. സോ ഇനി ഞാൻ കൺസിഡർ ചെയ്യുന്നതെന്ന് പറയുന്നത് ഇൻ കേസ് ദാറ്റ് ഈസ് ഞാനിപ്പോ ഇൻപുട്ട് എന്ത് ചെയ്യുന്നു? ഇൻപുട്ട് വിൽ ബി ദാറ്റ് ഈസ് ഞാൻ ഇൻപുട്ട് ലോ ഫ്രീക്വൻസി കൊടുക്കുകയാണ്. സോ ഇൻപുട്ട് എന്താ അപ്ലൈ ചെയ്യുന്നത്? ഫസ്റ്റ് കേസിൽ എന്ന് പറയുന്നത് എന്താണ്? ഇൻപുട്ട് എന്ന് പറയുന്നത് ലോ ഫ്രീക്വൻസി സിഗ്നൽ ആണ് ഞാൻ കൊടുക്കുന്നത്. ഓക്കെ, ഇൻപുട്ട് കൊടുക്കുന്നത് ലോ ഫ്രീക്വൻസി സിഗ്നൽ ആണ് കൊടുക്കുന്നത്. സോ ദാറ്റ് എന്തായിരിക്കും? ദാറ്റ് മീൻസ് എന്താണ്? എഫ് എന്ന് പറയുന്നത് ഓക്കെ, എഫ് ആണ് ഇൻപുട്ട് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. സോ ഇൻപുട്ട് ഫ്രീക്വൻസി എഫ് ഞാൻ കൊടുക്കുന്നത് ലോ ഫ്രീക്വൻസി ആയിട്ടുള്ള ഒരു സിഗ്നൽ ആണ്. ദാറ്റ് മീൻസ് എന്തായിരിക്കും? ഹിയർ എക്സ് സി എന്ന് പറയുന്നത് 1 by 2 pi എഫ് സി ആണ്. മീൻസ് എക്സ് സി എന്ന് പറയുന്നത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു 1 by എഫ് ആണ്. ദാറ്റ് ഈസ് എഫ് ഞാൻ ഇവിടെ എന്താണ്? കുറവാണ് കൊടുത്തത്. മീൻസ് എന്തായിരിക്കും? ദ കപ്പാസിറ്റർ റിയാക്ടൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? കപ്പാസിറ്റർ റിയാക്ടൻസ് എന്ന് പറയുന്നത് ഹൈ ആയിരിക്കും. ഓക്കെ, ഇൻപുട്ട് ഫ്രീക്വൻസി കുറയുമ്പോൾ കപ്പാസിറ്റർ റിയാക്ടൻസ് എന്ന് പറയുന്നത് എന്ത് ചെയ്യും? കൂടുതലായിരിക്കും കിട്ടുക. സോ ദാറ്റ് നമ്മുടെ സർക്യൂട്ട് എങ്ങനെ ചേഞ്ച് ആവും? ദാറ്റ് മീൻസ് ഇവിടെ കപ്പാസിറ്റർ റിയാക്ടൻസ് കൂടുതലാവുന്നു. ദാറ്റ് ഈസ് കപ്പാസിറ്റർ റിയാക്ടൻസ് കൂടും. മീൻസ് എന്തായിരിക്കും? കപ്പാസിറ്റർ എന്ന് പറയുന്നത് ഓപ്പൺ സർക്യൂട്ട് ആവും. ഓക്കെ, ദാറ്റ് ഈസ് ഹിയർ കപ്പാസിറ്റർ എന്താവും? ഓപ്പൺ സർക്യൂട്ട് ആവും. അതായത് നമ്മുടെ സർക്യൂട്ട് എന്ന് പറയുന്നത് ഹിയർ എന്തായിരുന്നു? റെസിസ്റ്റർ ഉണ്ട്, ദെൻ എന്തായിരുന്നു? കപ്പാസിറ്റർ ഉണ്ട്. ഹിയർ വി ഐ ആണ് കൊടുക്കുന്നത്. കപ്പാസിറ്റർ ഉണ്ട്. കപ്പാസിറ്റർ എന്താവും പറഞ്ഞത്? റിയാക്ടൻസ് കൂടുമ്പോൾ കപ്പാസിറ്റർ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഓപ്പൺ സർക്യൂട്ട് ആവും. ഓക്കെ, കപ്പാസിറ്റർ ഓപ്പൺ സർക്യൂട്ട് ആവും. അപ്പൊ നമ്മൾ ഓപ്പൺ സർക്യൂട്ട് ആയി. ദെൻ നമ്മൾ ഇവിടെ കൊടുത്ത വി ഐ എന്താണോ അത് എന്തിനെ ക്രോസ് ആയിട്ടായിരിക്കും അവൈലബിൾ ആവുന്ന? അത് തന്നെയായിരിക്കും വി ഔട്ട് എന്ന് പറയുന്നത്. സോ ഹിയർ വി ഐ വി ഔട്ടിന് ഈക്വൽ ആണ്. മീൻസ് എന്തായിരിക്കും? ലോ ഫ്രീക്വൻസിനെ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും? പാസ് ചെയ്യുന്നുണ്ടായിരിക്കും. ഓക്കെ, ദാറ്റ് മീൻസ് കപ്പാസിറ്റർ റിയാക്ടൻസ് നമ്മൾ കൊടുക്കുന്നത് ലോ ഫ്രീക്വൻസി ഇൻപുട്ട് സിഗ്നൽ ആണെന്നുണ്ടെങ്കിൽ കപ്പാസിറ്റർ റിയാക്ടൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? കൂടുതലായിരിക്കും. കപ്പാസിറ്റർ റിയാക്ടൻസ് കൂടുതൽ മീൻസ് കപ്പാസിറ്റർ എന്താവും? ഓപ്പൺ സർക്യൂട്ട് ആവും. ഓപ്പൺ സർക്യൂട്ട് ആവുമ്പോൾ എന്താണോ നമ്മൾ ഇൻപുട്ട് കൊടുത്തത് അത് തന്നെയായിരിക്കും നമുക്ക് വി ഔട്ട് ആയിട്ട് കിട്ടുന്നത്. സോ ലോ ഫ്രീക്വൻസി സിഗ്നലാണ് കൊടുത്തത്, അത് വി ഔട്ടിൽ കിട്ടുന്നുണ്ടായിരിക്കും. സോ വി ഔട്ട് നമ്മൾ ഇൻപുട്ട് കൊടുത്തത് ലോ ഫ്രീക്വൻസി ആണ്. അപ്പൊ ഔട്ട്പുട്ട് നമുക്ക് കിട്ടിയതും എന്ത് തന്നെയാണ്? ലോ ഫ്രീക്വൻസി സിഗ്നൽ കിട്ടുന്നുണ്ടായിരിക്കും. ഓക്കെ, ഇനി അടുത്തതെന്ന് പറയുന്നത് രണ്ടാമത്തെ കേസ് ഞാൻ അസ്യൂം ചെയ്യുന്നതെന്ന് പറയുന്നത് എന്തായിരിക്കും? ഇൻപുട്ട് എന്ന് പറയുന്നത് ഓക്കെ ഹൈ ഫ്രീക്വൻസി. ഇത് രണ്ടാമത്തെ കേസാണ്. അപ്പൊ ഇൻപുട്ട് എന്ത് കൊടുക്കുന്നു? ഹൈ ഫ്രീക്വൻസി ആയിട്ടുള്ള സിഗ്നൽ ആണ് കൊടുക്കുന്നത്. ഓക്കെ, ഇൻപുട്ട് ഹൈ ഫ്രീക്വൻസി. ഹൈ ഫ്രീക്വൻസി മീൻസ് ഹിയർ എന്താണ്? ഇൻപുട്ട് ഫ്രീക്വൻസി ഹൈ. ദാറ്റ് ഈസ് എഫ് എന്ന് പറയുന്നത് ഹൈ ആണ്. എഫ് ഹൈ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? കപ്പാസിറ്റർ റിയാക്ടൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? കുറവായിരിക്കും. ഓക്കെ, അപ്പോൾ ഇൻപുട്ട് ഫ്രീക്വൻസി കൂടി. ദാറ്റ് മീൻസ് കപ്പാസിറ്റർ റിയാക്ടൻസ് എന്ന് പറയുന്നത് എന്ത് ചെയ്തു? കുറഞ്ഞു. അപ്പൊ കപ്പാസിറ്റർ റിയാക്ടൻസ് കുറവെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ദാറ്റ് മീൻസ് ഇവിടെ കപ്പാസിറ്റർ എന്തായിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്? ഷോർട്ട് സർക്യൂട്ട് ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്. മീൻസ് എന്തായിരിക്കും? ദാറ്റ് ഈസ് ഇവിടെ കപ്പാസിറ്റർ എന്താവും? ഷോർട്ട് സർക്യൂട്ട് ആവും. ഓക്കെ, ഇവിടെ കപ്പാസിറ്റർ എന്താവും? ഷോർട്ട് സർക്യൂട്ട് ആവും. നമ്മൾ കൊടുത്ത ഫ്രീക്വൻസി എന്ന് പറയുന്നത് എന്തായിരിക്കും? ഹൈ ഫ്രീക്വൻസി ആയിട്ടുള്ള സിഗ്നൽ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്തത്? കൊടുത്തത്. സോ ഇവിടെ എന്തായിരിക്കും? കപ്പാസിറ്റർ റിയാക്ടൻസ് കുറഞ്ഞു. സോ കപ്പാസിറ്റർ ഷോർട്ട് സർക്യൂട്ട് ആയി. മീൻസ് എന്തായിരിക്കും? നമ്മൾ കൊടുത്തത് ഹൈ ഫ്രീക്വൻസി ആണ്. ഇൻപുട്ട് കൊടുത്ത എന്താണ്? ഹൈ ഫ്രീക്വൻസി ആണ്. ദാറ്റ് ഔട്ട്പുട്ടിൽ എന്ത് വരുന്നില്ല? ഹൈ ഫ്രീക്വൻസി വരുന്നില്ല. ദാറ്റ് ഈസ് ഹിയർ എന്തായി? ഷോർട്ട് ആയി പോയി. ദാറ്റ് മീൻസ് ഹൈ ഫ്രീക്വൻസിനെ എന്ത് ചെയ്യാണ്? അറ്റ്യൂനേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലോ ഫ്രീക്വൻസി ഇൻപുട്ട് സിഗ്നൽ ആണ് നമ്മൾ കൊടുത്ത സമയത്ത് എന്തായിരുന്നു? നമ്മുടെ കപ്പാസിറ്റർ റിയാക്ടൻസ് കൂടുതലാവുമ്പോൾ കപ്പാസിറ്റർ ഓപ്പൺ സർക്യൂട്ട് ആവുന്നു. ദെൻ ലോ ഫ്രീക്വൻസി നമുക്ക് എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു? ഔട്ട്പുട്ടിൽ അവൈലബിൾ ആവുന്നുണ്ടായിരുന്നു. ദെൻ നമ്മൾ ഹൈ ഫ്രീക്വൻസി ഇൻപുട്ട് സിഗ്നൽ കൊടുത്തു. സോ ദ കപ്പാസിറ്റർ റിയാക്ടൻസ് എന്ത് ചെയ്തു? ഡിക്രീസ് ചെയ്തു. മീൻസ് ദാറ്റ് എന്തായിരിക്കും? നമ്മുടെ കപ്പാസിറ്റർ എന്ന് പറയുന്നത് ഷോർട്ട് സർക്യൂട്ട് ആയി. ദാറ്റ് ഈസ് എന്തായിരിക്കും? ഹൈ ഫ്രീക്വൻസി സിഗ്നലിനെ അതെന്ത് ചെയ്യായിരിക്കും? അറ്റുനേറ്റ് ചെയ്തു. ഓക്കെ, സോ ഹിയർ ലോ ഫ്രീക്വൻസി കൊടുത്തപ്പോൾ അതെന്ത് ചെയ്യുന്നുണ്ടായിരിക്കും? ദർ ഈസ് ഒരു ചെറിയ അറ്റുനേഷൻ, എന്തെങ്കിലും നോയ്സ് ഒക്കെ കാരണം ഉണ്ടാവുന്നതല്ലാതെ ലോ ഫ്രീക്വൻസി സിഗ്നലിനെ പാസ് ചെയ്യുന്നുണ്ടായിരിക്കും. ഹൈ ഫ്രീക്വൻസി സിഗ്നലിനെ എന്തായിരിക്കും ചെയ്യുക? അത് അറ്റുനേറ്റ് ചെയ്യാണ്. ദാറ്റ് ഈസ് ഫുള്ളി അറ്റുനേറ്റ് ചെയ്യാണ് ചെയ്തത്. സോ ദാറ്റ് എന്താ പറയുന്നത്? അതുകൊണ്ടാണ് ലോ ഫ്രീക്വൻസി സിഗ്നലിനെ പാസ് ചെയ്ത് ഹൈ ഫ്രീക്വൻസി സിഗ്നലിനെ എന്ത് ചെയ്യുന്നത്? അറ്റുനേറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് ഇതിനെ എന്തെന്ന് പറയാൻ കാരണം?
ലോ പാസ് ആർ സി സർക്യൂട്ട് എന്ന് പറയാൻ കാരണം. ഓക്കെ, സോ ദാറ്റ് ഇറ്റ് ഈസ് കോൾഡ് ആസ് ലോ പാസ് ആർ സി സർക്യൂട്ട്. അതുകൊണ്ടാണ് ഇതിനെ ലോ പാസ് ആർ സി സർക്യൂട്ട് എന്ന് പറയുന്നത്. ഓക്കെ ഓക്കെ, അതാണ് ഇവിടെ പറഞ്ഞത്. Let us first study the frequency response. By applying a signal at the input, the frequency is increased from a very low value to very high value. ഓക്കെ, വെരി ലോ ഫ്രീക്വൻസിയിലാണെങ്കിൽ കപ്പാസിറ്റർ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് എന്തായിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്? ഓപ്പൺ സർക്യൂട്ട് ആയിരിക്കും. മീൻസ് എന്തായിരിക്കും? റിയാക്ടൻസ് അക്രോസ് ദ കപ്പാസിറ്റർ ഇൻക്രീസ് ചെയ്യുന്നെന്ന് പറഞ്ഞു. ഓക്കെ, ആൻഡ് ഓൾ ദ ഇൻപുട്ട് നമുക്ക് ഔട്ട്പുട്ടിൽ അവൈലബിൾ ആയി. ഓക്കെ, ആസ് ദ ഫ്രീക്വൻസി ഓഫ് ദ ഇൻപുട്ട് സിഗ്നൽ ഇൻക്രീസ്ഡ്, ഇനി ഇൻപുട്ട് സിഗ്നലിൽ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് സിഗ്നൽ ഫ്രീക്വൻസി കൂടുതലാണ് കൊടുക്കുന്നതെങ്കിൽ റിയാക്ടൻസ് ഓഫ് ദി കപ്പാസിറ്റർ എന്തായിരിക്കും? കുറയായിരിക്കും ചെയ്യുന്നത്. സോ കപ്പാസിറ്റർ എന്തായിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്? ഷോർട്ട് സർക്യൂട്ട് ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്. ദെൻ ഔട്ട്പുട്ട് ഓൾസോ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും? റെഡ്യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും. At very high frequency, the capacitor behaves like a short circuit and output voltage become almost zero. Very high frequency output almost എന്തായിട്ടായിരിക്കും? ഷോർട്ട് സർക്യൂട്ട് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. സോ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് എന്തായിരിക്കും? സോ കപ്പാസിറ്റർ ഓൾമോസ്റ്റ് എന്തായിട്ടായിരിക്കും? ഷോർട്ട് സർക്യൂട്ട് ആണ്. മീൻസ് ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് എന്തായിരിക്കും? സീറോ ആയിരിക്കും. സോ ദ സർക്യൂട്ട് അലോസ് ഓൺലി ലോ ഫ്രീക്വൻസി സിഗ്നൽ ടു പാസ് ത്രൂ ആൻഡ് ഹെൻസ് ദ നെയിം. അതുകൊണ്ടാണ് എന്തെന്ന് പറയുന്നത്? ഇതിനെ ലോ പാസ് ഫിൽറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഇനി നമുക്ക് എന്ത് ചെയ്യണം? ലോ പാസ് ഫിൽറ്റർ, ലോ പാസ് ആർ സി സർക്യൂട്ടിന്റെ എന്ത് കണ്ടുപിടിക്കണം? ഗെയിൻ ഇക്വേഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യണം. സോ നമുക്കറിയാം എന്താണ് ഒരു ലോ പാസ് ആർ സി സർക്യൂട്ട് എന്ന് പറയുന്നത്? ഹാവിംഗ് എ റെസിസ്റ്റൻസ് ആർ ആൻഡ് ദെൻ എന്തുണ്ടായിരിക്കും? ഒരു കപ്പാസിറ്റർ സി. Here input is applied, here it is R and it is C. Input is applied so that a current is generated I, then V out is taken across the capacitor. Okay, V out which is taken across the capacitor ആണ്. Then നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ here എന്തായിരിക്കും? taking the Laplace transform means V I of S എന്ന് പറയുന്നത് എന്താണ്? V I of S is equal to എനിക്ക് I of S into R പ്ലസ് എന്തായിരിക്കും വരിക? ദാറ്റ് ഈസ് I of S into R പ്ലസ് എന്തായിരിക്കും വരുന്നത്? 1 by SC. ദാറ്റ് ഈസ് I of S into 1 by that is I of S into 1 by SC. That is I of S by SC. Here I of S ഞാൻ കോമൺ ആയിട്ട് എടുക്കുകയാണെങ്കിൽ V I of S is equal to എന്തായിരിക്കും വരുന്നത്? R plus 1 by SC into എന്തായിരിക്കും? I of S. Okay, I of S. Then V out ന്റെ ഇക്വേഷൻ എങ്ങനെ എഴുതാൻ പറ്റും? ദാറ്റ് ഈസ് V0 of S എങ്ങനെ എഴുതാൻ പറ്റും? ഇൻ ലാപ്ലേസ് ട്രാൻസ്ഫോം ഫോമില് എന്തായിരിക്കും? V0 of S നെ എങ്ങനെ എഴുതാൻ പറ്റും? ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ദ കപ്പാസിറ്ററിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ്. ദാറ്റ് ഈസ് എന്തായിരിക്കും? I of S into 1 by SC. That is I of S divided by SC. Then transfer function, that is V out of S divided by V I of S. എങ്ങനെ എഴുതാൻ പറ്റും? വി ഔട്ട് ഓഫ് എസ് ബൈ വി ഐ ഓഫ് എസ് എന്ന് പറയുമ്പോൾ വി ഔട്ട് ഓഫ് എസ് ഉണ്ട്, നമുക്ക് എന്തായിരിക്കും? ഐ ഓഫ് എസ് ഡിവൈഡഡ് ബൈ എന്തായിരുന്നു? എസ് സി ഡിവൈഡഡ് ബൈ ഹിയർ എന്താ? വി ഐ ഓഫ് എസ് എന്ന് പറയുന്ന ആർ പ്ലസ് 1 ബൈ എസ് സി ഇൻറ്റു ഐ ഓഫ് എസ് ആണ്. സോ ഐ ഓഫ് എസ് ഇൻറ്റു ആർ പ്ലസ് 1 ബൈ എസ് സി. ഓക്കെ, ഹിയർ എന്തായിരിക്കും? ഐ ഓഫ് എസും ഐ ഓഫ് എസും ക്യാൻസൽ ആയി പോയി. സോ വി ഗെറ്റ് V0 by VI. So V0 of S by VI of S എന്താ കിട്ടിയത്? 1 by SC divided by എന്തായിരിക്കും വരുന്നത്? R plus 1 by SC. Okay, then that is V0 of S by VI of S എന്ന് പറയുന്ന 1 by SC ഡിവൈഡ് ബൈ R plus 1 by SC എന്നാണ് കിട്ടിയത്. ദെൻ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഹിയർ എന്താ സംഭവിക്കുന്നത്? എസ് എന്ന് പറയുന്ന പാരാമീറ്ററിനെ മാറ്റി ദാറ്റ് ഈസ് ഞാൻ എന്ത് ചെയ്യുന്നു? എസ് ഈസ് ഈക്വൽ ടു ജെ ഒമേഗ. ദാറ്റ് ഈസ് എസ് എന്ന് പറയുന്ന ഒരു ഫ്രീക്വൻസി പാരാമീറ്റർ ആണ്. സോ ഇറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് എസ് എന്ന് പറയുന്നത് എങ്ങനെ എഴുതാൻ പറ്റും? ജെ ഒമേഗ എന്ന് എഴുതാൻ പറ്റും. സോ വി ഔട്ട് ബൈ വി എസ് എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് വി ഔട്ട് ബൈ വി ഐ എന്ന് പറയുമ്പോൾ എന്തായി? എസ് ചേഞ്ച് ചെയ്തു. സോ 1 by ജെ ഒമേഗ, എസിന് ജെ ഒമേഗ കൊടുത്തു, ജെ ഒമേഗ സി ഡിവൈഡഡ് ബൈ ആർ പ്ലസ് 1 by SC. That is 1 by S ന് j omega c. Okay, അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 1 by j omega c divided by R plus 1 by j omega c എന്ന് കിട്ടി. So here V out by V എന്ന് പറയുന്നത് എന്തായിരിക്കും കിട്ടിയത്? V out by VI is equal to 1 by j omega c divided by R plus 1 by j omega c. Okay, ഇനി ഇവിടെ നോക്കുകയാണെങ്കിൽ ഞാൻ എന്താ ചെയ്യുന്നത്? ഈ ജെ ഒമേഗ സി കൊണ്ട് ഡിനോമിനേറ്ററിൽ അങ്ങ് മൾട്ടിപ്ലൈ ചെയ്യാണ്. ദാറ്റ് മീൻസ് എന്തായിരിക്കും? വി ഔട്ട് ബൈ വി ഇൻ, വി ഔട്ട് ബൈ വി ഇൻ എന്ന് പറയുന്നത് 1 ഡിവൈഡ് ബൈ ജെ ഒമേഗ സി ഇങ്ങ് താഴെ കൊണ്ടുവരികയാണ്. സോ എന്തായിരിക്കും വരുന്നത്?
ജെ ഒമേഗ സി ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആറിന്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ജെ ഒമേഗ ആർ സി പ്ലസ് എന്തായിരിക്കും ജെ ഒമേഗ സി ഡിവൈഡ് ബൈ ജെ ഒമേഗ സി മീൻസ് എന്തായിരിക്കും 1. സോ 1 പ്ലസ് എന്തായിരിക്കും വരുന്നത് ജെ ഒമേഗ ആർ സി ഇങ്ങനെയായിരിക്കും വരുന്നത്. ഓക്കെ, ഹിയർ വി ഔട്ട് ബൈ വി എന്ന് പറയുന്ന 1 ഡിവൈഡ് ബൈ 1 പ്ലസ് ജെ ഒമേഗ ആർ സി, ദാറ്റ് ഈസ് 1 ഡിവൈഡ് ബൈ 1 പ്ലസ് ജെ ഒമേഗ എന്തായിരിക്കും വരുന്നത് ആർ സി എന്നാണ് വരുന്നത്. ഒമേഗ ഇൻ ടേംസ് ഓഫ് ഫ്രീക്വൻസി എങ്ങനെ എഴുതാൻ പറ്റും? ഒമേഗ എന്ന് പറയുന്നത് ഈക്വൽ ടു 2πf ആണ്. സോ ഒമേഗ ഇസ് ഈക്വൽ ടു 2πf ആണ്. ദാറ്റ് ഈസ് 1 ഡിവൈഡ് ബൈ 1 പ്ലസ് ജെ 2πf ഇൻറ്റു എന്തായിരിക്കും വരുന്നത് ആർ സി എന്നാണ് വരുന്നത്. ദാറ്റ് ഈസ് ഹിയർ നമുക്കറിയാം ഒരു ലോ പാസ് ആർ സി സർക്യൂട്ട്, ഒരു ലോ പാസ് ആർ സി സർക്യൂട്ടിന്റെ അപ്പർ 3 dB ഫ്രീക്വൻസി, ഓക്കെ, ഒരു ലോ പാസ് ആർ സി സർക്യൂട്ടിന്റെ അപ്പർ 3 dB ഫ്രീക്വൻസി എന്ന് പറയുന്നത്, ഓക്കെ, ഒരു ലോ പാസ് ആർ സി സർക്യൂട്ടിന്റെ, ഓക്കെ, അപ്പർ 3 dB ഫ്രീക്വൻസി എന്ന് പറയുന്നത് എന്താണ്? അപ്പർ 3 dB ഫ്രീക്വൻസി ഓഫ് എ ലോ പാസ് ആർ സി സർക്യൂട്ട്. upper 3 dB frequency can be denoted by F2 which is equal to എന്തായിരിക്കും 1 by 2 pi RC. ഓക്കെ, ഒരു ലോ പാസ് ആർ സി സർക്യൂട്ടിന്റെ അപ്പർ 3 dB ഫ്രീക്വൻസി എന്ന് പറയുന്ന റെപ്രസെന്റഡ് ബൈ F2. ഇത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള കാര്യമാണ്. സോ F2 which is equal to 1 by 2 pi RC. This is same as the high pass എന്തായിരിക്കും ഹൈ പാസ് ആർ സി സർക്യൂട്ടിന്റെ ലോവർ 3 dB ഫ്രീക്വൻസിക്ക് ഈക്വൽ തന്നെയാണ്. സോ F2 is equal to 1 by 2 pi ആർ സി ആണ്. സോ ഹിയർ നമുക്ക് എന്തുണ്ട്? 1 ഡിവൈഡഡ് ബൈ 1 പ്ലസ് ജെ 2 പൈ എഫ് ആർ സി. സോ 1 ഡിവൈഡ് ബൈ 1 പ്ലസ് ജെ 2 പൈ എഫ് ആർ സി. ഹിയർ 2 പൈ ആർ സി ഉണ്ട്. സോ ദാറ്റ് ഈസ് എന്തായിരിക്കും വരുന്നത്? നമുക്ക് F2 എന്ന് പറയുന്നത് എന്താണ്? 1 ബൈ 2 പൈ ആർ സി അല്ലേ? 1 ബൈ 2 പൈ ആർ സി. Then 1 by F2 എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ്? വിച്ച് ഇസ് ഈക്വൽ ടു റെസിപ്രോക്കൽ എടുക്കുമ്പോൾ 2 പൈ ആർ സി. സോ ഹിയർ 2 പൈ ഇൻറ്റു ആർ സി, അതിന് പകരം എന്ത് കൊടുക്കാൻ പറ്റും? 1 ബൈ F2 എന്ന് കൊടുക്കാൻ പറ്റും. ദാറ്റ് മീൻസ് അതെങ്ങനെ ചേഞ്ച് ആവും? 1 ഡിവൈഡ് ബൈ 1 പ്ലസ് ജെ അതേപോലെ എഴുതി, ദെൻ എഫ് അവിടെ തന്നെ ഉണ്ട്, ദാറ്റ് ഈസ് എഫ് അതേപോലെ എഴുതി, 2 പൈ ആർ സി എന്ന് പറയുന്ന 1 ബൈ F2. സോ എന്തായിരിക്കും? ജെ എഫ് ബൈ F2. ഓക്കെ, അപ്പൊ വി ഔട്ട് ബൈ വി എന്ന് പറയുന്ന എന്ത് കിട്ടി നമുക്ക്? 1 ഡിവൈഡഡ് ബൈ 1 പ്ലസ് ജെ എഫ് ബൈ F2, വേർ F2 എന്ന് പറയുന്നത് എന്താണ്? അപ്പർ 3 dB ഫ്രീക്വൻസി ഓഫ് എ ലോ പാസ് ആർ സി സർക്യൂട്ട്. ഓക്കെ, ദിസ് വിൽ ബി അവർ വി ഔട്ട് നമുക്ക് കിട്ടി. വി ഔട്ട് ഈസ് ഈക്വൽ ടു 1 ഡിവൈഡ് ബൈ 1 പ്ലസ് ജെ എഫ് ബൈ F2. ഓക്കെ, ദെൻ F2 എന്താണ്? 1 ബൈ 2 പൈ ആർ സി ആണ്. ദെൻ ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്? മാഗ്നിറ്റ്യൂഡ് ഓഫ് ദിസ് വി ഔട്ട് ബൈ വി ഇൻ. അപ്പോൾ ഈ വി ഔട്ട് ബൈ വിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും വരുന്നത്? മുകളിൽ 1 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എന്തായിരിക്കും? ഈ 1ന്റെ സ്ക്വയർ പ്ലസ് എന്തായിരിക്കും? കോംപ്ലക്സ് ടേമിന്റെ കോഎഫിഷ്യന്റിന്റെ സ്ക്വയർ. സോ 1 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 1 പ്ലസ് 1 സ്ക്വയർ പ്ലസ് എഫ് ബൈ F2 ദ ഹോൾ സ്ക്വയർ. ഓക്കെ, ദാറ്റ് ഈസ് മാഗ്നിറ്റ്യൂഡ് ഓഫ് വി ഔട്ട് ബൈ വി ഇൻ ഈസ് ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 1 പ്ലസ് എഫ് ബൈ F2 ദ ഹോൾ സ്ക്വയർ. ദിസ് വിൽ ബി ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഗെയിൻ. അപ്പൊ ഗെയിനിന്റെ മാഗ്നിറ്റ്യൂഡ് 1 ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് 1 പ്ലസ് എഫ് ബൈ F2 ദ ഹോൾ സ്ക്വയർ എന്നായിരിക്കും വരുന്നത്. സോ ഇനി ഹിയർ ഞാൻ എഫിന് എന്താ ചെയ്യുന്നത്? ഫസ്റ്റ് ഞാൻ എഫ് ഈസ് ഈക്വൽ ടു 0. ഓക്കെ, കേസസ് എടുക്കുകയാണ്. സോ എഫിന് ഞാൻ എന്ത് കൊടുത്തു? 0 കൊടുത്തു. അപ്പൊ എഫിന് 0 കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് വി ഔട്ട് ബൈ വി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും വരിക? സോ ഹിയർ എഫിന് എന്താ കൊടുത്തത്? 0 കൊടുത്തു. എഫിന് 0 കൊടുക്കുമ്പോൾ ഇറ്റ് വിൽ ബി 1 ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് 1 പ്ലസ് എന്തായിരിക്കും? 0 ബൈ F2 the whole square. 0 by a number എന്തായിരിക്കും? 0 ആണ്. That means 1 divided by root 1 which will be equal to എന്തായിരിക്കും? 1. So it will be F ന് 0 കൊടുത്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 1 കിട്ടി. Then ഞാൻ എന്താ പ്രൊവൈഡ് ചെയ്യുന്നത്? F ന്. അടുത്ത കേസ് ഞാൻ F ന് എന്ത് കൊടുക്കുന്നു? F2 കൊടുക്കുന്നു. ഓക്കെ, F എന്ന് പറയുന്ന F2 കൊടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് വി ഔട്ട് ബൈ വി എന്ന് പറയുന്നത് എന്തായിട്ട് മാറും? ദാറ്റ് ഈസ് F ന് F2 ആണ് കൊടുക്കുന്നത്. മീൻസ് 1 ബൈ റൂട്ട് ഓഫ് 1 പ്ലസ് F എന്ന് പറയുന്ന F2 ഡിവൈഡ് ബൈ F2 the whole square. F2 by F2 1, that is 1 divided by 1 plus 1. Okay, 1 divided by root of 1 plus 1 means 1 divided by root 2. ഓക്കെ, അപ്പൊ നമ്മൾ F2 ആണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ വി ഗെറ്റ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് വി ഔട്ട് ബൈ വി ഇൻ എന്ന് പറയുന്ന 1 ബൈ റൂട്ട് 2 കിട്ടി. ഇനി നെക്സ്റ്റ് കണ്ടീഷൻ ഞാൻ F എന്ത് കൊടുക്കുന്നു? ഇൻഫിനിറ്റി കൊടുക്കുന്നു. സോ F ഇവിടെ ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ ഗെയിൻ എങ്ങനെയായിരിക്കും കിട്ടുക? മാഗ്നിറ്റ്യൂഡ് ഓഫ് ഗെയിൻ 1 ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് 1 പ്ലസ് എഫിന് എന്താണ്? ഇൻഫിനിറ്റി ബൈ F2 the whole square. That is 1 plus infinity 1 by infinity 0. So it will be എന്തായിരിക്കും കിട്ടുക? 0. അപ്പൊ 3 കണ്ടീഷൻസ് ആണ് കൊടുത്തത്. F 0 ആകുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? മാഗ്നിറ്റ്യൂഡ് ഓഫ് വി ഔട്ട് ബൈ വി ഇൻ 1 കിട്ടി. F2 ആകുമ്പോൾ എന്താ കിട്ടിയത്?
magnitude of V out by V in 1 by root 2. F is equal to infinity ആകുമ്പോൾ magnitude of V out by V എന്ന് പറയുന്നത് 0 ആണ് കിട്ടിയത്. At F is equal to F2, the magnitude of output is 1 by 2. അപ്പൊ F2 കൊടുത്തപ്പോ എന്താണ് എഫിന് ഞാൻ F2 കൊടുത്തു. ദാറ്റ് ഈസ് ഇൻപുട്ട് ഫ്രീക്വൻസി ആസ് എന്തായിട്ട് കൊടുത്തു, നമ്മുടെ അപ്പർ 3 dB ഫ്രീക്വൻസി ആയിട്ട് കൊടുത്തു. സോ ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് എന്തായിരിക്കും ഔട്ട്പുട്ട് എന്ന് പറയുന്നത് നമുക്ക് എന്താ കിട്ടിയത് 1 by root 2 ആണ്. 1 by root 2 times the magnitude of input. So magnitude of output in the magnitude. So here magnitude of V out by V in is equal to 1 by root 2. Then magnitude of V out is equal to 1 by root 2 into magnitude of Vi. So F is equal to F2 ആവുന്ന കേസിൽ ഔട്ട്പുട്ട് ഇന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇൻപുട്ടിന്റെ 1 by root 2 ടൈംസ് ആണ്. ഓക്കെ, ദ ഫ്രീക്വൻസി ഈസ് therefore called. അതുകൊണ്ടാണ് ആ ഫ്രീക്വൻസിനെ നമ്മൾ എന്തെന്ന് പറയുന്നത് അപ്പർ കട്ട് ഓഫ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ദിസ് F2 called അപ്പർ കട്ട് ഓഫ് ഫ്രീക്വൻസി അല്ലെങ്കിൽ അപ്പർ 3 dB ഫ്രീക്വൻസി എന്ന് പറയാൻ കാരണം. സോ എഫ് നമ്മൾ F2 കൊടുത്തു. അപ്പൊ ഔട്ട്പുട്ടിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് 1 by root 2 ടൈംസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇൻപുട്ട് ആണ്. സോ ദാറ്റ് ദിസ് ഫ്രീക്വൻസി F2 is called as അപ്പർ കട്ട് ഓഫ് ഫ്രീക്വൻസി അല്ലെങ്കിൽ അപ്പർ 3 dB ഫ്രീക്വൻസി. സോ ദിസ് അപ്പർ 3 dB ഫ്രീക്വൻസി F2 എന്ന് പറയുന്നത് എന്താണ് നമുക്കറിയാം 1 by 2 pi RC ആണ്. ഓക്കെ, ദാറ്റ് F2 is equal to 1 by 2 pi RC ആണ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് എന്ത് വരയ്ക്കണം, ഇതാണ് എന്തെന്ന് പറയുന്നത് ഒരു ലോ പാസ് ആർ സി സർക്യൂട്ടിന്റെ ഗ്രാഫ്. ഓക്കെ, റെസ്പോൺസ് ഫ്രീക്വൻസി റെസ്പോൺസ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ലോ പാസ് ആർ സി സർക്യൂട്ട്. ദാറ്റ് ഈസ് ഹിയർ മാഗ്നിറ്റ്യൂഡ് ഓഫ് വി ഔട്ട്, ദാറ്റ് ഈസ് വൈ ആക്സിസിൽ this is the response that we obtained with the V out, magnitude of V out by V in versus എന്തായിരിക്കും വരിക ഇവിടെ, that is frequency. Okay, input frequency F, that is y axis ile magnitude of V out by V in and input frequency F in the x axis. Okay, first നമ്മുടെ കേസ് എന്തായിരുന്നു, we put F is equal to 0. so നമുക്ക് magnitude of V out by V in എന്താ കിട്ടിയത്, it will be 1. Okay, that is at F is equal to ഇവിടെ അല്ലേ F 0 എന്ന് പറയുന്നത്. so at F is equal to 0 we get the magnitude of V out by V in as 1. then നമ്മുടെ കണ്ടീഷൻ എന്തായിരുന്നു, F എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിട്ട് കൊടുത്തു F2. so that നമുക്ക് എന്തായിരിക്കും കിട്ടുന്നത് 1 by root 2 ആയിരിക്കും. ഓക്കെ, magnitude of V out by V എന്ന് പറയുന്നത് 1 by root 2 ആണ്. so എന്തായിരിക്കും when here F2 equal ആയി. so we get the magnitude of V out by V എന്ന് പറയുന്നത് എന്ത് കിട്ടി 1 by root 2 കിട്ടി. so first 1 പറയുന്ന പോയിന്റ് കിട്ടി. then F2 ആവുമ്പം എന്ത് കിട്ടി നമുക്ക് 1 by root 2 ആണ് magnitude of V out by V in. then the last case നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ട് F എന്ന് പറയുന്നത് എന്തായിരിക്കും ഇൻഫിനിറ്റി. അപ്പൊ F ഇൻഫിനിറ്റി കൊടുത്തപ്പോൾ magnitude of V out by V in എന്താ കിട്ടിയത് 0 ആണ്. സോ F എന്ന് പറയുന്നത് അറ്റ് ഇൻഫിനിറ്റി. അപ്പൊ F ഇൻഫിനിറ്റി ആവുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുക, മാഗ്നിറ്റ്യൂഡ് ഓഫ് V out by V in will be എന്തായിട്ട് മാറും 0 ആയിട്ട് മാറും. അറ്റ് F എന്ത് കൊടുക്കുമ്പോൾ ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ. സോ നമ്മൾ പോയിന്റ്സിനെ ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും ഗ്രാഫ്. സോ ദിസ് വിൽ ബി അവർ ഫ്രീക്വൻസി ഗ്രാഫ്. ഓക്കെ, ഇവിടെ ഇൻക്രീസിംഗ് അല്ല, ജസ്റ്റ് ടു ഗോ ടു 0 ആസ് F ഇൻഫിനിറ്റി. ഓക്കെ, ദാറ്റ് മീൻസ് എന്തായിരിക്കും വരിക, നമുക്ക് ഇങ്ങനെയായിരിക്കും ഗ്രാഫ് വരിക. ഓക്കെ, അറ്റ് F is equal to ഇൻഫിനിറ്റി ആവുമ്പോൾ എന്തായിരിക്കും, നമുക്ക് F ഇൻഫിനിറ്റിയിലാവുമ്പോൾ നമ്മുടെ V out by V എന്ന് പറയുന്ന എന്തിലേക്ക് പോകും, ദാറ്റ് ഈസ് 0 പോകും. ഓക്കെ, ഇതാണ് എന്തെന്ന് പറയുന്ന ഫ്രീക്വൻസി റെസ്പോൺസ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ലോ പാസ് ആർ സി സർക്യൂട്ട്. ഓക്കെ, ദെൻ ഇനി അടുത്തത് ഈ ലോ പാസ് ആർ സി സർക്യൂട്ടിലേക്ക് നമ്മൾ എന്ത് ചെയ്യാണ്, ഓരോ ഇൻപുട്സ് കൊടുക്കുകയാണ്. ദാറ്റ് മീൻസ് ഓരോ വേവ് ഫോംസ് നമ്മൾ കൊടുക്കുകയാണ് ഇൻപുട്ട് ആയിട്ട്. അപ്പൊ ഫസ്റ്റ് ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നത് സ്റ്റെപ്പ് ഇൻപുട്ട് ആണ്. എന്ത് ചെയ്യുന്നത്, ലോ പാസ് ആർ സി സർക്യൂട്ടിൽ ഞാൻ ഇൻപുട്ട് കൊടുക്കുന്നത് സ്റ്റെപ്പ് ഇൻപുട്ട് ആണെന്നുണ്ടെങ്കിൽ ദെൻ എന്താണ് റെസ്പോൺസ് കിട്ടുക. ഓക്കെ, അതാണ് ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ലോ പാസ് ആർ സി സർക്യൂട്ട് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ദാറ്റ് മീൻസ് എന്തുണ്ടായിരിക്കും, ഹാവിംഗ് എ റെസിസ്റ്റർ R ആൻഡ് എ കപ്പാസിറ്റർ C. Okay, this will be R and C. The output is taken across it and VI will be its due to this VI there is a current. Okay, I. അപ്പൊ ഇതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത് ലോ പാസ് ആർ സി സർക്യൂട്ട് ആണ്. ഇതിലേക്ക് ഞാൻ എന്ത് ഇൻപുട്ട് കൊടുക്കുന്നു, ദാറ്റ് മീൻസ് ഒരു സ്റ്റെപ്പ് ഇൻപുട്ട് ഓഫ് വോൾട്ടേജ് V കൊടുക്കുകയാണ്. അപ്പൊ V ഔട്ടില് ഞാൻ എന്താ കൊടുക്കുന്നത്, ദിസ് വിൽ ബി സ്റ്റെപ്പ് ഇൻപുട്ട്. ഓക്കെ, ഒരു സ്റ്റെപ്പ് ഇൻപുട്ട് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ഈ ലോ പാസ് ആർ സി സർക്യൂട്ട് അതിനോട് എന്ത് ചെയ്യുക, റെസ്പോണ്ട് ചെയ്യാന്നാണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ
നമുക്ക് ഫോർ എ സ്റ്റെപ്പ് ഇൻപുട്ട് ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് റൈസ് എക്സ്പോണൻഷ്യലി ആർ ഷോൺ ഇൻ ഫിഗർ. ഓക്കെ, ഈ റെസ്പോൺസ് എങ്ങനെയാ വരുന്നത്? ഇങ്ങനെ വരുന്നതിന് വി ഹാവ് ടു ഫൈൻഡ് എ വി ഔട്ട് ഇക്വേഷൻ, ദെൻ വി ഹാവ് ടു പുട്ട് ദ കണ്ടീഷൻസ്, സം കണ്ടീഷൻസ് കൊടുത്ത് എന്ത് ചെയ്യണം, നമുക്ക് ഈ ഗ്രാഫ് വരയ്ക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഹിയർ വി ഹാവ് ദ സർക്യൂട്ട്, റെസിസ്റ്റൻസ്, കപ്പാസിറ്റർ. Here it will be R and it will be C, and we provide a input VI, then current I, and then V out. Okay, so first നമ്മൾ എന്താ, നമുക്ക് VI, that is നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ട, we have to find the V out. നമുക്ക് എന്ത് വേണം, ഔട്ട്പുട്ട് വോൾട്ടേജിന്റെ ഇക്വേഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാത്രം കണ്ടീഷൻസ് അപ്ലൈ ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഒരു റെസ്പോൺസ് ഗ്രാഫിലേക്ക് എത്തണം. ഓക്കെ, സോ ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ എന്താ ചെയ്യുന്ന, കൺസിഡർ ദാറ്റ് ദ റെസിസ്റ്ററിന് അക്രോസ് ആയിട്ടുള്ള ഫ്രീക്വൻസി ഞാൻ എന്തായിട്ട് എടുക്കുന്നു, VR ആയിട്ടും, ദെൻ കപ്പാസിറ്ററിന് അക്രോസ് ആയിട്ടുള്ള ഫ്രീക്വൻസി VC ആയിട്ടാണ് എടുക്കുന്നത്. നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്ന VI എന്ന് പറയുന്ന അക്കോർഡിംഗ് ടു KVL നമുക്കറിയാം VI എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ്, ദാറ്റ് ഈസ് VR പ്ലസ് VC. VR പ്ലസ് എന്തിന് ഈക്വൽ ആയിരിക്കും, VCക്ക് ഈക്വൽ ആണ്. അപ്പൊ ഇത് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും VI എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് അക്രോസ് വോൾട്ടേജ് അക്രോസ് റെസിസ്റ്റൻസിനും അതുപോലെ തന്നെ കപ്പാസിറ്ററിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജിന്റെ സമ്മിന് എന്തായിരിക്കും, ഈക്വൽ ആണ്. ഓക്കെ, ഹിയർ എന്താണ്, റെസിസ്റ്ററിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് കൂടുതലാണെങ്കിൽ കപ്പാസിറ്ററിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് എന്ത് ചെയ്യും, എക്സ്പോണൻഷ്യലി ഡിക്രീസ് ചെയ്യും. അതുപോലെ തന്നെ കപ്പാസിറ്ററിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് കൂടുമ്പോൾ റെസിസ്റ്ററിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് എന്ത് ചെയ്യും, ഡിക്രീസ് ചെയ്യായിരിക്കും ചെയ്യുന്നത്. ഓക്കെ, ഫസ്റ്റ് ഞാൻ കൊടുക്കുന്നതെന്ന് പറയുന്നത്, ഇൻ കേസ് ഇഫ് T is equal to 0, T 0 ആയിട്ട് എടുക്കുകയാണ്, ദാറ്റ് ഈസ് അറ്റ് T is equal to 0, VI, VR and VC ഓക്കെ ആണ് നോക്കുന്നത്. സോ അറ്റ് T is equal to 0, VI എന്ന് പറയുന്നത് സ്റ്റെപ്പ് ഇൻപുട്ട് ആണ് കൊടുക്കുന്നത്, ഓഫ് ആംപ്ലിറ്റ്യൂഡ് എന്ത് തന്നെയാണ്, ഞാൻ V ആയിട്ടാണ് എടുക്കുന്നത്. സോ VI is equal to V. ഓക്കെ, അപ്പൊ ഇൻപുട്ട് ഞാൻ V കൊടുക്കുകയാണ്. അപ്പോ എന്തായിരിക്കും, കപ്പാസിറ്റർ എന്ത് ചെയ്യത്തില്ല, നേരത്തേക്ക് പറഞ്ഞ പോലെ തന്നെ സഡൻ ചേഞ്ചസിനോട് റെസ്പോണ്ട് ചെയ്യത്തില്ല. സോ കപ്പാസിറ്ററിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് 0 ആയിരിക്കും. സോ ഓൾമോസ്റ്റ് എല്ലാ ഇൻപുട്ട് വോൾട്ടേജും റെസിസ്റ്ററിന് അക്രോസ് ആയിട്ടായിരിക്കും വരിക. സോ VR അക്രോസ് ആയിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, ഫുൾ ഇൻപുട്ട് വോൾട്ടേജ് വരിക. ദാറ്റ് മീൻസ് V ആൻഡ് കപ്പാസിറ്ററിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് എന്തായിരിക്കും, 0 ആയിരിക്കും വരുന്നത്. ദെൻ ഞാൻ T ഗ്രേറ്റർ ദാൻ 0 കൊടുക്കുന്നു. T എന്ന് പറയുന്നത് 0നേക്കാൾ കൂടുതലായിട്ടുള്ള കണ്ടീഷൻ എടുക്കുകയാണ്. അപ്പോ ഇൻപുട്ട് എന്ത് തന്നെയാണ്, സ്റ്റെപ്പ് ഇൻപുട്ട് അല്ലേ, V ഓഫ് ആംപ്ലിറ്റ്യൂഡ് V ആണ്. സോ VI എന്ന് പറയുന്നത് ക്യാപിറ്റൽ V ആണ്. ദെൻ VR, ദാറ്റ് ഈസ് റെസിസ്റ്ററിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് ആണ്. സോ ഹിയർ ഇൻപുട്ട് ഇൻക്രീസ് ചെയ്തു. അപ്പൊ ഇൻപുട്ട് ഇൻക്രീസ് ചെയ്യുമ്പോൾ ദാറ്റ് മീൻസ് T ഗ്രേറ്റർ ദാൻ 0 ആവുന്നു. T ഗ്രേറ്റർ ദാൻ 0 ആവുമ്പോൾ എന്താണോ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് എന്ന് പറയുന്നത് അത് ഈ റെസിസ്റ്ററിനും കപ്പാസിറ്ററിനും അക്രോസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ T ഗ്രേറ്റർ ദാൻ 0 ആവുമ്പോൾ നമ്മുടെ കപ്പാസിറ്റർ എന്ന് പറയുന്നത് എന്ത് ചെയ്യാൻ തുടങ്ങും, ചാർജ് ചെയ്യാൻ തുടങ്ങും. മീൻസ് കപ്പാസിറ്ററിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് എന്ത് ചെയ്യാൻ തുടങ്ങും, ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങും, എക്സ്പോണൻഷ്യലി ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങും. ദാറ്റ് മീൻസ് എന്തായിരിക്കും, നമ്മുടെ റെസിസ്റ്ററിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് എക്സ്പോണൻഷ്യലി എന്ത് ചെയ്യും, ഡിക്രീസ് ചെയ്യും. മീൻസ് ഇവിടെ റെസിസ്റ്ററിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് എന്ത് ചെയ്യുന്നു, ഡിക്രീസസ് എക്സ്പോണൻഷ്യലി എന്ത് ചെയ്യുന്നു, ഡിക്രീസ് ചെയ്യുന്നു. ബട്ട് കപ്പാസിറ്ററിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് എന്ന് പറയുന്നത് എന്താ ചെയ്യുന്നത്, എക്സ്പോണൻഷ്യലി ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇൻക്രീസസ് എക്സ്പോണൻഷ്യലി. ഓക്കെ, ഇത് ഏത് കണ്ടീഷനാണ്, വെൻ T ഗ്രേറ്റർ ദാൻ 0 ആവുന്ന കണ്ടീഷനിലാണ്. ഓക്കെ, ദെൻ എന്താ നമ്മൾ നോക്കുന്നതെന്ന് വെച്ചാൽ T എവിടെ എത്തി, ഇൻഫിനിറ്റിയിലെത്തി. ഓക്കെ, T ഇൻഫിനിറ്റി കേസ് ആണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, T ഇൻഫിനിറ്റി ആവുമ്പോൾ V നമ്മൾ കൊടുക്കുന്നത് എന്താ, സ്റ്റെപ്പ് ഇൻപുട്ട് ഓഫ് ആംപ്ലിറ്റ്യൂഡ് V ആണ്. സോ V തന്നെയാണ്. VR എന്ന് പറയുമ്പോൾ ദാറ്റ് മീൻസ് എന്തായിരിക്കും, ഇവിടെ കപ്പാസിറ്റർ എന്ന് പറയുന്നത് ഫുള്ളി ചാർജ്ഡ് ആയി. സോ എന്തായിരിക്കും, മീൻസ് എന്തായിരിക്കും, കപ്പാസിറ്ററിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് എന്ന് പറയുന്നത് എന്തായിട്ട് മാറി, ഫുള്ളി ചാർജ്ഡ്. ദാറ്റ് മീൻസ് എന്ത് ഇൻപുട്ട് കൊടുത്താൽ അതെല്ലാം കപ്പാസിറ്ററിന് അക്രോസ് ആയിട്ട് കിട്ടുന്നു. മീൻസ് എന്തായിരിക്കും, VR എന്ന് പറയുന്നത് എന്തായിരിക്കും, 0 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ 3 കേസസിൽ ഇങ്ങനെയാണ് നമ്മുടെ എന്ത് വരുന്നത്, കണ്ടീഷൻസ് വരുന്നത്. സോ ഇങ്ങനെ കണ്ടീഷൻസ് വരുന്ന വി ഔട്ടിന്റെ ഇക്വേഷൻസ് നമുക്ക് എന്ത് ചെയ്യണം, ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഓക്കെ, ദെൻ ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ നമുക്കറിയാം സർക്യൂട്ട് ആറും എന്തായിരിക്കും, സിയും ആണ്. സോ R C, then it will be VI and I it will be V out. ഓക്കെ, അപ്പൊ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുക. സോ ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, നമ്മുടെ ഇക്വേഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പോവാണ്. ദാറ്റ് ഈസ് വി ഔട്ടിന്റെ ഇക്വേഷൻ. ദാറ്റ് ഈസ് വി ഔട്ടിന്റെ ഇക്വേഷൻ ഇങ്ങനെയാണ് കിട്ടുന്നത്. സോ വി ഹാവ് ടു ഫൈൻഡ് ദി ഇക്വേഷൻ ഫോർ ദിസ് വി ഔട്ട്. വി ഔട്ടിന്റെ ഇക്വേഷൻ എന്താണെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പോവാണ്. സോ ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്നത് എന്ന് പറയുന്നത് ഡിഫറൻഷ്യൽ ഇക്വേഷൻ മെത്തേഡാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. സോ ഞാൻ ഡിഫറൻഷ്യൽ ഇക്വേഷൻ മെത്തേഡാണ് യൂസ് ചെയ്യാൻ പോകുന്നത്.
That means we know that vi എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ്? vi is equal to, that is എന്തായിരിക്കും? ഡിഫറൻഷ്യൽ ഇക്വേഷൻ മെത്തേഡ് ആണ്. സോ vi of t എന്ന് പറയുന്നത് is equal to എന്തായിരിക്കും? i of t into r പ്ലസ് എന്തായിരിക്കും? ദാറ്റ് ഈസ് കപ്പാസിറ്റർ അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് എന്ന് പറയുന്നത് 1/c into integral i dt. ഓക്കെ, 1/c into integral എന്തായിരിക്കും? i dt. vi of t is equal to i of t into r plus 1/c into integral എന്തായിരിക്കും വരുന്നത്? i into dt എന്നായിരിക്കും വരുന്നത്. സോ ഫ്രം ഹിയർ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ vi ഉണ്ട്. ദാറ്റ് ഈസ് vi നമ്മൾ കൊടുക്കുന്ന എന്താണ്? സ്റ്റെപ്പ് ഇൻപുട്ട് ഓഫ് ആംപ്ലിറ്റ്യൂഡ് v ആണ്. സോ ഇറ്റ് വിൽ ബി v ആയിട്ട് മാറും. ദെൻ വിച്ച് ഈസ് ഈക്വൽ ടു ദെൻ ഹിയർ i into r plus ir plus that is i of t into r plus 1/c into integral i of t എന്തായിരിക്കും? dt എന്നാണ് വരുന്നത്. സോ ഇനി എന്താ ചെയ്യുന്നത്? ഈ വോൾട്ടേജ് ഇക്വേഷനെ ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നത്? ദാറ്റ് മീൻസ് ഈ ഇക്വേഷനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു വിത്ത് റെസ്പെക്ട് ടു t ഡിഫറൻഷിയേറ്റ് ചെയ്യാണ്. സോ നമ്മുടെ ഇക്വേഷൻ എങ്ങനെ മാറും? ദാറ്റ് ഈസ് ദിസ് വിൽ ബി എ കോൺസ്റ്റന്റ് v ആണ്. സോ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഒരു കോൺസ്റ്റന്റിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 0 കിട്ടും. സോ 0 is equal to i of t into r, that is എന്തായിരിക്കും പറയുന്നത്? di by dt, okay, into r plus 1/c into integral i of t dt എന്ന് പറയുമ്പോൾ എന്തായിരിക്കും വരുന്നത്? plus i by c. okay, i by c. okay, then ഇവിടെ നോക്കുകയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നു? r നെ ഇങ്ങനെ കോമൺ ആയിട്ട് എടുക്കുകയാണ്. ദാറ്റ് ഈസ് ഹിയർ ഞാൻ എന്താ ചെയ്യുന്നു? r നെ കോമൺ ആയിട്ട് എടുക്കുന്നു. then എന്തായിരിക്കും? di by dt, that is di by dt plus എന്തായിരിക്കും? i by c, which is equal to 0. that is here എന്തായിരിക്കും? ഇവിടെ നിന്ന് എനിക്ക് di by dt plus i by c is equal to 0 എന്ന് എഴുതിക്കൂടെ? that is എന്തായിരിക്കും? di by dt plus i by c equal to എന്താണ്? 0. ഓക്കെ, ദെൻ ഞാൻ എന്താ ചെയ്യുന്നത്? d by dt നെ എനിക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും? d by dt can be represented as capital D. സോ d പ്ലസ് രണ്ടിലും i കോമൺ ഉണ്ട്, അത് ഞാൻ കോമൺ ആയിട്ട് എടുക്കുകയാണ്. സോ d പ്ലസ് ഇവിടെ r ഉണ്ട്. ദാറ്റ് മീൻസ് r രണ്ട് സൈഡിൽ നിന്നും കോമൺ ആയിട്ട് എടുക്കുന്നില്ലേ? സോ ഇറ്റ് വിൽ ബി rc. സോ എന്തായിരിക്കും? 1/rc into i which is equal to എന്തായിരിക്കും? 0. ഓക്കെ, ദാറ്റ് ഈസ് d by dt മാറ്റി എന്ത് കൊടുക്കുന്നു? ക്യാപിറ്റൽ D കൊടുക്കുന്നു. സോ d പ്ലസ് 1/rc into i is equal to എന്താ വന്നത്? 0 കിട്ടി. ഓക്കെ, സോ എന്താ നമുക്ക് ഇവിടെ കിട്ടിയത്? d പ്ലസ് 1/rc into i is equal to 0. സോ ഇത് എന്തിന്റെ ടേമിലാണ്? ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഫോമിലാണ് കിടക്കുന്നത്. സോ റൂട്ട് ഓഫ് ദിസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? സോ d is equal to minus 1/rc എന്ന് എഴുതിക്കൂടെ? ഓക്കെ, d is equal to minus d plus 1/rc. റൂട്ട് എങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യാം? ഈ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ d plus 1/rc is equal to 0, d is equal to minus 1/rc which will be taken as m1. m1 എന്ന് പറയുന്നത് എന്താണ്? റൂട്ട് ആണ്. സോ which is taken as m1. then solution of this differential equation, ഈ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്? സോ ഇങ്ങനെ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ വന്നാൽ സൊല്യൂഷൻ എങ്ങനെയായിരിക്കും വരുന്നത്? ദാറ്റ് ഈസ് i of t which is equal to എന്തായിരിക്കും? c1 into e raised to m1x plus c2 into e raised to m2x. x എത്ര റൂട്ട് ഉണ്ടോ അങ്ങനെ നമ്മൾ കൊടുക്കും. സോ ഹിയർ എന്തായിരിക്കും? നമുക്ക് ഒരു റൂട്ടേ ഉള്ളൂ. സോ നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷൻ വരുന്നത് i of t is equal to c1 into e raised to എന്തായിരിക്കും വരുന്നത്? m1 into x. ഹിയർ m1 എന്ന് പറയുന്നത് എന്താണ്? minus 1/rc ആണ്. സോ എന്തായിരിക്കും വരുന്നത്? i of t is equal to ഹിയർ എന്താ റൂട്ട് വരുന്നത്? minus 1/rc ആണ്. മീൻസ് എന്തായിരിക്കും? minus t divided by rc. സോ i of t is equal to c1 into e raised to minus t divided by rc. ഇതായിരിക്കും ഈ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ എന്ത് കിട്ടിയത്? സൊല്യൂഷൻ കിട്ടിയത്. i of t is equal to c1 into e raised to minus t by rc.